നിങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായ പത്രപ്രവർത്തനാണെങ്കിൽ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിങ്ങൾക്ക് ഒരു വ്യഗ്രതയും കാണുന്നില്ലല്ലോ. ഇപ്പോ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയില്ല. അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു. എന്താ നിങ്ങൾ കൊടുക്കാത്തത്? അതായത് ഒരു CI പാലക്കാട് ജില്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തു. അതിന് നിങ്ങൾക്കൊരു വിലയില്ലേ? ആ CIന്റെ കഴിഞ്ഞ മാസം കൊടുത്ത മരണമൊഴി അദ്ദേഹം എഴുതി വെച്ചത് കോടതിയിൽ സമർപ്പിച്ചു. ഇന്നലെ അത് ലീക്കായി. ഒരു DYSP സ്ഥിരമായിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു. അതിന് കൂട്ടുകൊണ്ടുപോകുന്നത് CI. നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്രയും ഒരു ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കല്ലേ? അതൊക്കെ ചർച്ച ചെയ്യണ്ടേ? നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം പരാതി തന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ. പോലീസ് കോൺഗ്രസ് അല്ലല്ലോ, ഇവിടെ ഭരിക്കുന്നത് UDF അല്ലല്ലോ, LDF ഭരിക്കുന്നു. പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ.